ശരീരത്തിൽ പരിശുദ്ധിയില്ല. നമ്മൾ കുളിക്കുന്നു, നല്ല സോപ്പിട്ട് കുളിക്കുന്നു, അത് കഴിഞ്ഞിട്ട് പിന്നെ ബോഡി ഓർഡർ ഇല്ലാതാക്കാനുള്ള സെൻറ്റ് പോലെയുള്ള സാധനങ്ങളൊക്കെ എന്തൊക്കെ നിങ്ങൾ ഉപയോഗിച്ചാലും അകത്തുനിന്ന് ആ മാലിന്യം പുറത്ത് വരിക തന്നെ ചെയ്യും. പിന്നെ അതൊക്കെ ബാക്കിയുള്ളവരറിയാതിരിക്കാൻ വേണ്ടി നമ്മൾ പല കസർത്തുകളും കാണിക്കും, അത്രയേ ഉള്ളൂ. സ്ത്രീകൾ പൗഡർ, ഞാൻ സ്ത്രീകളെ കുറ്റപ്പെടുത്തുകയാണെന്ന് വിചാരിക്കരുത്, പുരുഷന്മാരായാലും സ്ത്രീകളായാലും എല്ലാവരും പൗഡർ ഇടാറുണ്ട്. ഈ പൗഡർ ഇട്ട് കഴിഞ്ഞാൽ ഉള്ളൊരു ദോഷം എന്തെന്നറിയാമോ? അത് കഴിഞ്ഞിട്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ വിയർക്കാൻ തുടങ്ങും. ഈ വേർപ്പും പൗഡറും കൂടെ ചേർന്നിട്ട് ഒരു വല്ലാത്ത ദുർഗന്ധമാണ്. മാവ് തേച്ചതുപോലെയാണ്. അതുകൊണ്ട് ഒരുപാട് പൗഡർ ഇട, സ്വല്പം പൗഡർ ഇടാം, അത്രയേ ഉള്ളൂ. പിന്നെ ലിപ്സ്റ്റിക്ക് അതുപോലുള്ള കാര്യങ്ങൾ, അതൊക്കെ ഓരോരുത്തരുടെ വ്യക്തിപരമായ വിഷയങ്ങൾ, ഞാൻ അതിനെയൊന്നും വിമർശിക്കുന്നില്ല. എന്തായാലും ഈ ശരീരം അല്പം പോലും പവിത്രത ഇല്ലാത്ത ഒന്നാണ്. ചിത്തേ വിചാരിച്ചു കണ്ടാൽ, ഒരിക്കൽ ചിത്തേ വിചാരിച്ചു കണ്ടാൽ, അല്പം ഒന്ന് ആലോചിക്കുന്ന ഒരു വ്യക്തിക്ക് ഈ ശരീരം ശുദ്ധിയില്ലാത്തതാണ്, പവിത്രത അല്പം പോലും ഇല്ലാത്തതാണ് എന്ന് മനസ്സിലാക്കാൻ ഒരു പ്രയാസവുമില്ല. അങ്ങനെ ഈ മലിനമായ ശരീരത്തിൽ നിന്ന് നമുക്കൊരു മോചനം കിട്ടുന്നത് മരണത്തിലൂടെയാണ്. സന്തോഷിക്കുകയല്ലേ വേണ്ടത്? അല്ല, മരിച്ചു കഴിഞ്ഞാൽ എനിക്ക് സുഖങ്ങളൊന്നും അനുഭവിക്കാൻ പറ്റില്ല, സുഖഭോഗങ്ങളൊക്കെ അനുഭവിക്കണമെങ്കിൽ ഈ ശരീരം വേണമല്ലോ. തിന്നാൻ പറ്റില്ല, കുടിക്കാൻ പറ്റില്ല, മറ്റിന്ദ്രിയ സുഖങ്ങളൊന്നും അനുഭവിക്കാൻ പറ്റില്ല. അതാണ് മനുഷ്യൻ മരണത്തെ ഭയപ്പെടുന്നത്. പക്ഷേ ഈ മാലിന്യ കൂമ്പാരമായ ഈ ശരീരത്തിൽ കഴിയുന്നതിനേക്കാളും ഇതിൽ നിന്ന് വിട്ടുപോകുന്നതാണ് നല്ലത്. ചിത്തേ വിചാരിച്ചു കണ്ടാൽ ഇത് അത്യന്തം മലിനമാണ്, ക്ഷണഭങ്കുരമാണ് എന്നൊക്കെ നമ്മൾ വിചാരം ചെയ്ത് മനസ്സിലാക്കിയാൽ ഒരിക്കലും ദുഃഖിപ്പതീനവകാശമില്ലേതുമേ, ദുഃഖിക്കാനുള്ള ഒരു സാധ്യതയുമില്ല. എന്തിനു ദുഃഖിക്കണം? മാലിന്യ കൂമ്പാരത്തിൽ നിന്ന് നമ്മൾ മുക്തരാവുകയാണ് ചെയ്യുന്നത്. അല്ല, വീണ്ടും ജനിക്കുകയില്ലേ, പുനർജന്മം. എന്നാലും കുറച്ച് നേരമെങ്കിലും ഈ മാലിന്യത്തിൽ നിന്ന് നമുക്ക് വിട്ടു നിൽക്കാമല്ലോ. അതുകൊണ്ട് ദുഃഖിക്കാൻ അവകാശമില്ല. മരണം എന്ന് വെച്ചാൽ ആഘോഷിക്കണമെന്നല്ല ഞാൻ പറയുന്നത്. അതിന് കിടന്ന ദുഃഖം അത് ഒഴിവാക്കാമല്ലോ. കുറച്ച് നേരം കരഞ്ഞോളൂ, വിഷമം ഉണ്ടാവും. നമ്മുടെ ഉറ്റോരും ഉടയോരും ഒക്കെ മരിച്ചു പോകുമ്പോൾ എന്തായാലും കുറേ വിഷമം ഉണ്ടാവും. പക്ഷേ അവരെ ഓർത്ത് ദിവസങ്ങളോളം കരയുക, മാസങ്ങളോളം കരയുക, പിന്നെ ആ ശ്രാദ്ധ ദിവസത്തിൻ്റെ അന്ന് കരയുക. എന്തിന്? നമ്മുടെ ശാസ്ത്രങ്ങൾ പറയുന്നത് മരിച്ചയാളിൻ്റെ ബന്ധുക്കൾ ദുഃഖിക്കുമ്പോൾ, കരയുമ്പോൾ ആ മരിച്ച വ്യക്തികൾ അവരുടെ മനസ്സും ദുഃഖിക്കുന്നു എന്നാണ്. അപ്പോൾ മരിച്ചു പോയവരെ നമ്മൾ വീണ്ടും കരയിക്കണോ? ആവശ്യമില്ല. എന്ന് വെച്ച് പാട്ടും നൃത്തവുമായിട്ട് നടക്കണമെന്നല്ല ഞാൻ പറഞ്ഞത്. കുറഞ്ഞ പക്ഷം നമുക്ക് കരയാതെ എങ്കിലും ഇരിക്കാം. ദുഃഖം ഉണ്ടാവും, ദുഃഖം മനസ്സിലിരുന്നോട്ടെ. കാരണം നമ്മൾ ദുഃഖിക്കുന്നത് കൊണ്ട് പരേതാത്മാക്കളും ദുഃഖിക്കും. അതുകൊണ്ട് അവരെ ദുഃഖിപ്പിക്കാതിരിക്കാൻ വേണ്ടിയെങ്കിലും നമ്മൾ കരയാതിരിക്കണം. ദുഃഖിപ്പതീനവകാശമില്ലേതുമേ. ഇനി ദുഃഖിക്കാൻ പാടില്ല എന്ന് പറയുന്നതിന് മറ്റൊരു യുക്തി കൂടെയുണ്ട്. ദുഃഖേന കിം ഫലം. ദുഃഖിക്കുന്നത് കൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? ഈ മരിച്ചവര് വീണ്ടും ജീവിച്ചു വരുമോ, ജീവിതത്തിലേക്ക് വരുമോ? ഇല്ലല്ലോ. അപ്പോൾ ദുഃഖം കൊണ്ട് പ്രയോജനമില്ല. അപ്പം നിരർത്ഥകമായ ഒരു പ്രവൃത്തിയാണ് ഈ ദുഃഖിക്കുക എന്നുള്ളത്. ഒരു പ്രയോജനവുമില്ല. ദുഃഖിക്കാം, മനസ്സ് വിഷമിക്കാം, ബോധം കെട്ട് താഴെ വീഴാം. ഇതൊക്കെ ഒരു പ്രയോജനമാണോ? അതുകൊണ്ട് ദുഃഖിക്കുന്നത് കൊണ്ട് പ്രയോജനമില്ല. മൃത്യുവശാത്മന, നമ്മൾ എപ്പോഴും മരണത്തിൻ്റെ പിടിയിലാണ്. ഇത് നല്ലതുപോലെ മനസ്സിലാക്കണം. നമ്മെ ഒരു നിഴൽ പോലെ പിന്തുടരുന്നു മരണം. ഒരാളുടെ മരണസമയം എപ്പോഴാണ് എന്ന് പ്രവചിക്കാൻ പറ്റില്ല, സമ്മതിച്ചു. പക്ഷേ ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ ആ ജനിച്ച സെക്കൻഡ് മുതൽ ഒരു നിഴൽ പോലെ ആ കുഞ്ഞിനെ എന്ന് പറഞ്ഞാൽ ലോകത്ത് ജനിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങളെയും മരണം പിന്തുടരുന്നു. അത് നമ്മൾ അറിയുന്നില്ല. നമ്മുടെ തൊട്ട് പുറകെ മരണമുണ്ട്. നമ്മൾ പറയുന്നത് യമധർമ്മൻ ടൂ വീലറില്ല, യമധർമ്മൻ്റെത് 4 വീലറാണ്, പോത്താണല്ലോ വാഹനം. അപ്പോൾ 4 വീലറിൽ കയറി വരും. അതിനൊക്കെ ഒരു സമയമുണ്ട്. ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, 40 ആയിട്ടുള്ളൂ.
ഇതൊക്കെ നമ്മൾ സ്വയം സമാശ്വസിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഒന്നും സമാശ്വസിക്കേണ്ട. ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും മരണം സംഭവിക്കാം എന്നുള്ളത് കൊണ്ട് നമ്മളൊക്കെ മൃത്യുവിൻ്റെ പിടിയിൽ പെട്ടിരിക്കുകയാണ്. മൃത്യു പുറകെ നിൽക്കുന്നത്, നമ്മുടെ പുറകെ വരുന്നത് നമുക്ക് അറിയാൻ കഴിയുന്നില്ല. അതുകൊണ്ട് ഒരു സന്തോഷവും എനിക്ക് കുഴപ്പമൊന്നുമില്ല, BP നോർമൽ, ഷുഗർ നോർമൽ, കൊളസ്ട്രോൾ നോർമൽ, അതിനൊക്കെ മരുന്ന് കഴിച്ച് ഞാനെല്ലാം നോർമലാക്കി വെച്ചിട്ടുണ്ട്. സാരമില്ല, ആശ്വസിച്ചോളൂ. അങ്ങനെയെങ്കിലും ആശ്വസിക്കാൻ പറ്റുന്നെങ്കിൽ ആശ്വസിച്ചോളൂ. പക്ഷെ സത്യം മരണം നമ്മെ പിന്തുടരുന്നു എന്നുള്ളതാണ്. താതനെന്നാകിലും പുത്രനെന്നാകിലും പ്രേതരായാലതീ മൂഢരായുള്ളവർ മാറത്തലച്ചു തൊഴിച്ചു മുറ വിളിച്ചേറത്തളർന്നു മോഹിച്ചു വീണിടുവോർ. അച്ഛനായാലും മകനായാലും താതനായാലും പുത്രനായാലും പ്രേതരായാൽ, ആ വ്യക്തി മരിച്ചുപോയാൽ അതിമൂഢരായുള്ളവർ കരയാൻ തുടങ്ങുന്നതാണ്. മൂഢതയുടെ ലക്ഷണമാണ് കരച്ചിൽ, ദുഃഖം. അച്ഛൻ മരിച്ചു പോയാൽ മക്കൾ കരയും, മക്കൾ മരിച്ചു പോയാൽ മാതാപിതാക്കൾ കരയും. ഒരാളുടെ മരണം മറ്റുള്ളവർക്ക് ദുഃഖത്തിന് കാരണമായിത്തീരുന്നു. പ്രേതരായാൽ എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് യാത്രയായാൽ, മരിച്ചുപോയാൽ അതിമൂഢരായുള്ളവർ എന്ത് ചെയ്യുമെന്നറിയാമോ? മാറത്തലച്ച് തൊഴിച്ച് മുറവിളിച്ച് ഏറെ തളർന്ന് മോഹിച്ചു വീണിടുവോ. പച്ച മലയാളമല്ലേ ഇതൊന്നും, പച്ച മലയാളമല്ലേ, വ്യാഖ്യാനിക്കേണ്ട കാര്യമല്ലല്ലോ. നെഞ്ചത്തടിച്ച് കയ്യും കാലും ഇട്ടടിച്ച് മുറവിളിച്ച് തളർന്ന് ബോധം കെട്ട് താഴെ വീഴും. ഇതൊക്കെയാണ് സാധാരണ മരണ വീടുകളിൽ നമുക്ക് കാണാൻ കഴിയുന്ന ദൃശ്യങ്ങൾ. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഓരോരുത്തരുടെ പ്രാരബ്ധം തീരുമ്പോൾ അവരവർ മരിക്കും. അതിൽ നിന്ന് അവരെ രക്ഷിക്കാൻ ഒരു വൈദ്യശാസ്ത്രത്തിനും സാധ്യമല്ല. എത്ര പ്രഗത്ഭനായ ഡോക്ടർക്കും ആയുസ് തീർന്ന ഒരുവനെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റില്ല. നമ്മുടെ വൈദ്യശാസ്ത്രം അത്രയ്ക്ക് വളർന്നിട്ടില്ല, വളരാൻ പോകുന്നില്ല. പ്രാരബ്ധം തീരുമ്പോൾ നമ്മളെല്ലാവരും യാത്രയാകണം, യാത്രയായേ പറ്റൂ. നിസ്സാരമെത്രയും സംസാരമോർക്കിലോ സത്സംഗമൊന്നേ ശുഭകരമായുള്ളൂ. ഈ സംസാര ജീവിതം, പ്രപഞ്ച ജീവിതം അത്യന്തം നിസ്സാരമാണ്. ഒന്ന് ചിന്തിക്കാമെങ്കിൽ ഈ ജീവിതത്തിൽ നമുക്ക് ശാശ്വതമായ നന്മ അണയ്ക്കുന്നത് സത്സംഗം മാത്രമാണ്. സത്സംഗം എന്ന് പറഞ്ഞാൽ ഇതുപോലെ ആധ്യാത്മികമായ വിഷയങ്ങൾ ആരെങ്കിലും പറഞ്ഞ് കേൾക്കുകയോ അല്ലെങ്കിൽ ആധ്യാത്മിക ഗ്രന്ഥങ്ങൾ വായിക്കുകയോ ചെയ്യുന്നത്, അതെല്ലാം സത്സംഗം തന്നെയാണ്. ആ സത്സംഗം ഒന്ന് മാത്രമാണ് ശുഭകരമായിട്ടുള്ളത്. നമുക്ക് ശാശ്വതമായ മനസ്സമാധാനം, ശാന്തി നൽകുന്നത് ഈ സത്സംഗം മാത്രമാണ്. തത്ര സൗഖ്യം വരുത്തിയിടുവാൻ നല്ലത് നിത്യയായുള്ളൊരു ശാന്തി അറിയുക നീ. ഈ ദുഃഖമയമായ ജീവിതത്തിൽ സൗഖ്യമല്ലെങ്കിൽ ശാന്തി വരുന്നത്, നിത്യമായ ശാന്തി നമുക്ക് പ്രദാനം ചെയ്യുന്നത് സത്സംഗം മാത്രമാണ്. അധ്യാത്മശാസ്ത്രം, അതിനെ തന്നെയാണ് നമ്മൾ വേദാന്തം എന്ന് പറയുന്നത്. ഈ വേദാന്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലർക്ക് പുച്ഛമാണ്. അതായത് ഒരു 70-75 വയസ്സൊക്കെ കഴിഞ്ഞിട്ട് ഒന്നിനും കൊള്ളാതാകുമ്പോൾ പഠിക്കേണ്ട ഒരു ശാസ്ത്രമാണ് വേദാന്തം എന്നാണ് പലരും ധരിച്ചു വച്ചിരിക്കുന്നത്. തെറ്റാണ്. നമ്മുടെ കുട്ടികളെ വേണം വേദാന്തം പഠിപ്പിക്കാൻ. ഞാൻ പറയുന്നത് നമ്മുടെ പാഠ്യപദ്ധതിയിൽ വേദാന്തം ഉൾപ്പെടുത്തണം. എന്തുകൊണ്ട് ഭഗവത്ഗീതയിലെ ഒരു അധ്യായം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൂടാ? ആരാണ് ഇതിന് മുൻകൈ എടുക്കേണ്ടത്? സർക്കാർ. ഞാൻ ഒരുത്തൻ ഇവിടെ കിടന്ന് നിലവിളിച്ചത് കൊണ്ട് ഇതൊന്നും മറിയാൻ പോകുന്നില്ല. അപ്പോൾ അതിന് കെൽപ്പുള്ള, സങ്കല്പദാർഢ്യമുള്ള ഒരു സർക്കാർ നിലവിൽ വരണം. ആ സർക്കാർ ഈ കുഞ്ഞുങ്ങളുടെ ഭാവി നന്മയെ ഉദ്ദേശിച്ച് ഈ അധ്യാത്മശാസ്ത്രത്തിൻ്റെ അല്പാൽപം ആയിട്ടുള്ള ഭാഗങ്ങൾ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ കുട്ടികൾ പഠിച്ചേ പറ്റും, അല്ലേ? അപ്പോൾ അവിടെ നമുക്ക് കുട്ടികൾക്ക് ചോയ്സ് ഇല്ല. അപ്പം അങ്ങനെ ഇതൊക്കെ നമ്മുടെ നിത്യജീവിതത്തിൽ ഒരാൾക്ക് മനഃശാന്തി ഉണ്ടാക്കാനാണ് ഈ അധ്യാത്മശാസ്ത്രം അല്ലെങ്കിൽ വേദാന്തം പഠിക്കണമെന്ന് പറയുന്നത്. ഇപ്പോൾ വിദ്യാർത്ഥികളുടെ ഇടയ്ക്ക് ആത്മഹത്യ വർദ്ധിച്ചിട്ടുണ്ട്. എത്ര കുട്ടികളാണ് ആത്മഹത്യ? 10ാം ക്ലാസ്സിന് തോറ്റുപോയി,
അല്ലെങ്കിൽ +2 തോറ്റുപോയി, അതിനു വേണ്ടി ജീവിതം അവസാനിപ്പിക്കണോ? അതിൻ്റെ ആവശ്യമുണ്ടോ? ഈ തോറ്റുപോയി കഴിഞ്ഞാൽ അടുത്ത പ്രാവശ്യം ഒന്നുകൂടെ എഴുതി പാസ്സാകുമല്ലോ. അല്ല, എൻ്റെ കൂടെയുള്ളവരൊക്കെ എനിക്ക് മുമ്പേ പോകും, ഞാൻ പുറകിലായി പോകും. പുറകിലാകട്ടെ, അതിനെന്താ? അതിനുവേണ്ടി അമൂല്യമായ മനുഷ്യ ജീവിതത്തെ നശിപ്പിക്കേണ്ട കാര്യമുണ്ടോ? അപ്പോൾ ഇതൊന്നും വ്യക്തമായ ഒരു ധാരണ ജീവിതത്തെക്കുറിച്ച് ഇല്ലാത്തതാണ് ഏത് പ്രായത്തിലുള്ളവരും ആത്മഹത്യ ചെയ്യാൻ കാരണം. എന്തിനു വേണ്ടി ഞാൻ ജീവിക്കുന്നു എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് വ്യക്തമായ ഒരു ധാരണ വേണം. പണം സമ്പാദിക്കാനോ അല്ലെങ്കിൽ ഇന്ദ്രിയ സുഖങ്ങൾ അനുഭവിക്കാനോ അല്ലെങ്കിൽ കുട്ടികളെ നല്ല നിലയിൽ എത്തിക്കാനോ അതൊന്നുമല്ല ജീവിത ലക്ഷ്യം. മോക്ഷം നേടുക എന്നുള്ളതാണ് ജീവിത ലക്ഷ്യം. ശാശ്വതമായ ശാന്തി അത് ജീവിച്ചിരിക്കുമ്പോഴേ നേടാൻ പറ്റും. അതിന് ഉതകുന്നതാണ് ഈ വേദാന്ത ശാസ്ത്രം. അത് നമ്മുടെ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തുന്നില്ല എങ്കിൽ വേറെ എന്താണ് നമ്മെ രക്ഷിക്കുക? നമ്മുടെ ഇളം തലമുറയെ മറ്റാർക്ക് രക്ഷിക്കാൻ കഴിയും? ഞാൻ മിക്കവാറും ഏതൊക്കെ സദസ്സുകളിൽ ഞാൻ സംസാരിക്കുന്നുണ്ട്, അവിടെയൊക്കെ ഞാൻ ഈ കാര്യം പറയും. പക്ഷേ എന്തു ചെയ്യാൻ? നമ്മുടെ കയ്യിൽ അധികാരമില്ല. നമ്മുടെ കയ്യിൽ ആശയം മാത്രമേ ഉള്ളൂ. സമൂഹത്തിനൊന്നാകെ നന്മ ഉണ്ടാക്കുന്ന ആശയം മാത്രം ഉണ്ടായിട്ട് എന്ത് കാര്യം? അധികാരമില്ലല്ലോ. അധികാരികളുടെ കയ്യിൽ അല്ലെങ്കിൽ അവർക്ക് വിവേകവുമില്ല. എന്ത് ചെയ്യാൻ പറ്റും? ഇതൊക്കെ വിവേകവും വിചാരശേഷിയുമൊക്കെ ഉണ്ടെങ്കിലേ ഇങ്ങനെയുള്ള പരിവർത്തനങ്ങൾ നമുക്ക് സമൂഹത്തിൽ ഉണ്ടാക്കാൻ പറ്റും. അധികാരവും വേണം, വിവേകവും വേണം. പക്ഷേ സാധാരണ വിവേകികളെ പൊതുജനം അധികാരത്തിൽ ഇരുത്തുകയില്ല. ഇത് നല്ലതുപോലെ നിങ്ങൾ മനസ്സിലാക്കിക്കോളൂ. വിവേകികൾക്ക് ഭരണക്കസേരയിൽ ഇടമില്ല. തെറ്റിയും തെറിച്ചും 5 6 അല്ലെങ്കിൽ 8 10 ആൾക്കാർ അങ്ങനെ അധികാരത്തിൽ വരും. മിക്കവാറും ഒക്കെ 2ാം ക്ലാസ്സും ഗുസ്തിയും. എന്ത് ചെയ്യാൻ പറ്റും? ഇത് ഈ സംവിധാനത്തിൻ്റെ തകരാറാണ്. ഇവരെ പോലെയുള്ളവരെ അധികാരത്തിൽ എത്തിക്കുന്നത്, അധികാര കസേരയിൽ ഇരുത്തുന്നതാരാ? നമ്മളൊക്കെ തന്നെയല്ലേ, പൊതുജനങ്ങൾ തന്നെയല്ലേ. ഇല്ല, ഞാൻ അങ്ങേർക്കല്ല വോട്ടിട്ടത്, ഞാൻ വേറൊരാൾക്കാണ് വോട്ടിട്ടത്. സമ്മതിച്ചു സുഹൃത്തെ. പക്ഷേ നമ്മുടേതൊരു ജനാധിപത്യമാണല്ലോ. ജനാധിപത്യ വ്യവസ്ഥിതിയിൽ ഭൂരിപക്ഷം ആർക്കാണോ കിട്ടുന്നത് അവർ അധികാരത്തിൽ വരും. അങ്ങനെയാണ് സംഭവിക്കുന്നത്. ഇപ്പം ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്ക് കഴുതക്കാമം കരഞ്ഞു തീർക്കാം എന്ന് പറയുന്നത് പോലെ ഇതുപോലെ ഓരോ സദസ്സുകളിൽ ഈ ആശയം വെളിപ്പെടുത്തും. അങ്ങനെയെങ്കിലും സമൂഹത്തിൻ്റെ മനസാക്ഷി ഉണരട്ടെ. ഈ കേൾക്കുന്നവർ 4 പേരുടെ അടുത്ത് ഇതേ കാര്യം പങ്കുവെക്കുമ്പോൾ ഒരുപക്ഷെ സമൂഹം ഒന്നാകെ ഉന്നതിയിലേക്ക് പോയേക്കാം. അതിനുള്ള സാധ്യതയുണ്ട്. ഒരു വിളക്കിൽ നിന്ന്, ഒരു തിരിയിൽ നിന്ന് മറ്റു തിരികൾ കൊളുത്തുന്നത് പോലെ നന്മ ഒരു മനുഷ്യ മനസ്സിൽ നിന്ന് മറ്റുള്ള മനുഷ്യ മനസ്സുകളിലേക്ക് വ്യാപിക്കണം. അതാണ് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ സത്സംഗം മാത്രമാണ് ശുഭകരമായിട്ടുള്ളത്. ജീവിതത്തിൽ സുഖവും സ്വസ്ഥതയും ശാന്തിയുമൊക്കെ ഉണ്ടാകാൻ ഈ അധ്യാത്മശാസ്ത്രത്തെ പോലെ മറ്റൊരു ശാസ്ത്രവും ഉതകുകയില്ല. ജന്മമുണ്ടാകിൽ മരണവും നിശ്ചയം, ജന്മം മരിച്ചവർക്കും വരും നിർണയം. ആർക്കും തടുക്കരുതാതൊരവസ്ഥയെന്നോർക്കണമെല്ലാം സ്വകർമ്മവശാഗതം. ജന്മമുണ്ടാകിൽ മരണവും നിശ്ചയം. ഒരാൾ ജനിച്ചോ, അത് ഏത് ജീവിയോ ആയിക്കോട്ടെ, മനുഷ്യന് തന്നെ ആവണമെന്നില്ല. ഒന്ന് ജനിച്ചു കഴിഞ്ഞാൽ അതിന് മരണം ഉറപ്പ്. ജനിച്ച ഒരു വ്യക്തിയെക്കുറിച്ച് നമുക്ക് എന്താണ് ഉറപ്പിച്ച് പറയാൻ പറ്റുന്നത്? ആ വ്യക്തി എന്നെങ്കിലും ഒരു ദിനം മരിക്കും. വേറെ എന്തെങ്കിലും ഉറപ്പിക്കാൻ പറ്റുമോ? അയാൾ നല്ല പോലെ പഠിക്കുമോ, വലിയ ഉദ്യോഗം കൈക്കലാക്കുമോ, അദ്ദേഹത്തിന് വിവാഹം കഴിയുമോ, വിവാഹം കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളുണ്ടാവുമോ? ഇതിനൊന്നും ഒരു ഗ്യാരണ്ടിയുമില്ല. പ്രീതി വാങ്ങിക്കൂ, ഞാൻ ഗ്യാരണ്ടി എന്ന് പറഞ്ഞ് പ്രീതി മിക്സിയുടെ പരസ്യത്തിൽ പറയും. പക്ഷേ ഈ കാര്യങ്ങൾക്കൊന്നും ഒരു ഗ്യാരണ്ടിയുമില്ല. ഒരു കാര്യം മാത്രം ഉറപ്പിക്കാം,
ഗ്യാരണ്ടി അല്ലെങ്കിൽ വാറണ്ടി. എന്താണ്? ജനിച്ചോ ഒരു ദിവസം മരിക്കും. ആ നിയമത്തിന് ഇന്നേ വരെ ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല. ജന്മമുണ്ടാകിൽ മരണവും നിശ്ചയം. അപ്പം മരിച്ചു കഴിഞ്ഞാലോ? മരിച്ചു കഴിഞ്ഞാൽ വീണ്ടും ജനിക്കും. ഇവിടെ മുങ്ങിയവൻ അവിടെ പൊങ്ങുമെന്ന് പറഞ്ഞ പോലെയാണ്. ഈ ശരീരത്തിൽ മരിച്ചുപോയ ഒരു ജീവൻ വേറെ എവിടെയെങ്കിലും ചെന്ന് ജനിക്കും. ജാതസ്യ ഹി ധ്രുവോ മൃത്യുഹു ധ്രുവം ജന്മ മൃതസ്യ ച എന്ന് ഗീതയിൽ കൃഷ്ണൻ പറയുന്നുണ്ട്. ജനിച്ചവരൊക്കെ ഒരു ദിവസം മരിക്കും, മരിച്ചവരൊക്കെ വീണ്ടും ജനിക്കുകയും ചെയ്യും. പക്ഷെ മനുഷ്യനായിട്ട് തന്നെ ജനിക്കുമോ എന്നുള്ള കാര്യത്തിന് ഉറപ്പില്ല. കയ്യിലിരിപ്പ് നല്ലതാണെങ്കിൽ പട്ടിയോ പൂച്ചയോ ഒക്കെ ആയി ജനിക്കാനുള്ള സാധ്യതയുണ്ടെന്നാണ്. പുണ്യമാണ് കൂടുതൽ ചെയ്തിട്ടുള്ളതെങ്കിൽ സ്വർഗലോകത്തിൽ ദേവന്മാരായിട്ടും ജനിക്കാം. അപ്പം നമ്മുടെ കയ്യിലിരിപ്പ് അനുസരിച്ചിരിക്കും നമ്മുടെ ഭാവി ജന്മം. അതുകൊണ്ട് സത്കർമ്മങ്ങൾ മാത്രം അനുഷ്ഠിച്ചുകൊണ്ട് വേണം മനുഷ്യൻ ലോകത്ത് കഴിയാൻ. അപ്പോൾ ജന്മമുണ്ടാകിൽ മരണവും നിശ്ചയം. ജന്മം മരിച്ചവർക്കും വരും നിർണയം. ജനിച്ചാൽ മരിക്കും, മരിച്ചാൽ ജനിക്കും. പാർട്ടികളെക്കുറിച്ച് അങ്ങനെയാണല്ലോ പറയുന്നത്, രാഷ്ട്രീയ പാർട്ടികളെക്കുറിച്ച്. വളരും തോറും പിളരും, പിളരും തോറും വളരും. അതാണ് രാഷ്ട്രീയ പാർട്ടികൾ. എത്ര ഉപവിഭാഗങ്ങളാണ്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ ഒറ്റ കോൺഗ്രസ്സേ ഉണ്ടായിരുന്നു, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. അന്ന് CPI മാത്രമേ ഉള്ളൂ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ. അത് കഴിഞ്ഞിട്ടാണല്ലോ CPM ബാക്കിയുള്ളതൊക്കെ വന്നത്. കോൺഗ്രസ്സിൽ ഇപ്പോൾ എത്ര വിഭാഗം ഉണ്ടെന്ന് ആർക്കും അറിയില്ല. ഇംഗ്ലീഷ് അക്ഷരമാലയിലെ A തൊട്ട് Z വരെയുള്ള ഓരോ അക്ഷരത്തിലും ഉപവിഭാഗങ്ങൾ ഉണ്ടായിരിക്കുന്നു. എന്താണ്? ഓരോരുത്തർക്ക് എല്ലാവർക്കും അധികാരം വേണം. അങ്ങനെയാണല്ലോ പ്രത്യേകം പാർട്ടി രൂപീകരിക്കുന്നത്, അല്ലേ? അപ്പം അതൊക്കെ ഈ മായയുടെ ഭാഗമാണ്. ഇതൊന്നും ആര് വിചാരിച്ചാലും മാറാൻ പോകുന്നില്ല. ആർക്കും തടുക്കരുതാതൊരവസ്ഥയെന്നോർക്കണമല്ല സ്വകർമ്മവശാഗതം. ഈ ജനിച്ചാൽ മരിക്കും, മരിച്ചാൽ ജനിക്കും, ഈ അവസ്ഥയെ ആർക്കും തടുക്കാൻ സാധ്യമല്ല. അവനവൻ്റെ കർമ്മഫലത്തിനനുസരിച്ച്, ചെയ്തു കൂട്ടിയ പുണ്യപാപങ്ങളുടെ ഫലത്തിനനുസരിച്ച് മരിച്ചവരൊക്കെ വീണ്ടും ജനിക്കും. ജനിച്ചതുകൊണ്ട് തന്നെ അവർക്ക് മരണവും നിശ്ചയം. പുത്രമിത്രാർത്ഥ കളത്രാദിവസ്തുന വേർപെടും നേരവും ദുഃഖമില്ലേതുമേ സ്വോപേതമെന്നാൽ സുഖവുമില്ലേതുമേ. അല്ല, തത്വമറിഞ്ഞുള്ള വിദ്വാൻ ഒരിക്കലും പുത്രമിത്രാർത്ഥ കളത്രാദിവസ്തുന വേർപെടും നേരവും ദുഃഖമില്ലേതുമേ സ്വോപേതമെന്നാൽ സുഖവുമില്ലേതുമേ. തത്വമറിഞ്ഞിട്ടുള്ള വിദ്വാൻമാർ എന്ന് പറഞ്ഞാൽ വേദാന്തികൾ, അധ്യാത്മശാസ്ത്രം നല്ലപോലെ പഠിച്ച് സാരം ഉൾക്കൊണ്ടവർ വേർപെടും നേരവും ദുഃഖമില്ലേതുമേ. എന്ത് വസ്തുനാ വേർപെടും? അവർ സമ്പാദിച്ചു കൂട്ടിയ പണവും വീടും നിലവും പുരയിടവും ഒക്കെ വിട്ട് അവർ മരിച്ചു പോകുമ്പോൾ തത്വദർശികൾക്ക് അല്പം പോലും ദുഃഖമുണ്ടാകാറില്ല. അല്ലാത്തവർ ദുഃഖിച്ചേ പറ്റൂ. കരഞ്ഞ് കരഞ്ഞ് പടഞ്ഞേ ഇവിടുന്ന് യാത്രയാവാൻ പറ്റൂ. ബാലകൃഷ്ണൻ നായർ സാർ എപ്പോഴും പറയും, ഈ സത്യം, അധ്യാത്മസത്യം ആത്മാവ് മാത്രമേ ഉള്ളൂ എന്ന തത്വം പൂർണ്ണമായി ഉറപ്പ് വരാതെ ഒരു വ്യക്തി മരിക്കാറാകുമ്പോൾ പിടഞ്ഞു മരിക്കും. സാറ് വളരെ ശബ്ദം താഴ്ത്തി ശാന്തമായിട്ടാണ് പറഞ്ഞത്. പക്ഷേ അതിൻ്റെ ഉള്ളിൽ ഒരു വലിയ അർത്ഥം ഒളിഞ്ഞു കിടപ്പുണ്ട്. പെടഞ്ഞു മരിക്കുവേ എന്ന്. കാരണം എന്താ? നമ്മൾ സമ്പാദിച്ചതെല്ലാം വിട്ടുപോകണം. വീട്, കുടുംബം, ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ്, കുട്ടികൾ എല്ലാം വിട്ടിട്ടാണല്ലോ ഒരാൾ ഇവിടുന്ന് മരിച്ചു പോകുന്നത്. അപ്പോൾ തത്വദർശികൾ മാത്രമേ ദുഃഖിക്കാതിരിക്കുന്നുള്ളൂ. സ്വോപേതമെന്നാൽ സുഖവുമില്ലേതുമേ. സ്വോപേതം എന്ന് പറഞ്ഞാൽ തന്നോട് ചേർന്നിരിക്കുന്നത് എന്നർത്ഥം. താനുമായി ചേർന്നിരിക്കുന്നത്, താനായിട്ട് ഉണ്ടാക്കിയ ബന്ധങ്ങൾ, അതെല്ലാം വിട്ടുപോകണം. എല്ലാ ബന്ധങ്ങളും
നമ്മുടെ ഇഷ്ടമില്ലാതെ തന്നെ വിച്ഛേദിക്കപ്പെടുന്ന അവസ്ഥയാണ് മരണം. അപ്പോൾ നല്ല മനോബലമില്ലെങ്കിൽ ദുഃഖം നമ്മെ കീഴ്പ്പെടുത്തും. ഇല്ല, ഞാൻ അങ്ങനെയൊന്നുമല്ല, ഞാൻ ദുഃഖിക്കാനൊന്നും പോകുന്നില്ല. ദുഃഖിക്കാതിരുന്നാൽ നല്ലത്. പക്ഷേ ദുഃഖിക്കാതിരിക്കണമെങ്കിൽ ഈ ആത്മതത്വം എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് ബുദ്ധിപരമായിട്ടെങ്കിലും നല്ല ഉറപ്പ് വരണം. ആത്മാവിനെ സാക്ഷാത്കരിച്ചില്ലെങ്കിൽ പോലും എന്താണ് ഈ പ്രപഞ്ചത്തിൽ വാസ്തവമായിട്ടുള്ളത്, നശ്വരമേത് അനശ്വരമേത് എന്ന് മനസ്സിലാക്കിയാൽ പിന്നെ ദുഃഖത്തിന് പ്രസക്തിയില്ല. സ്വഭേദമെന്നാൽ സുഖവുമില്ലേതുമേ. ഇനി ഇതിനെയൊക്കെ വിടാതെ നമ്മൾ ഇവിടെ തന്നെ കുറച്ചു കാലം കൂടെ കഴിഞ്ഞു എന്ന് വിചാരിക്കുക. ശരീരം ക്ഷീണിച്ചുകൊണ്ടിരിക്കുകയല്ലേ, ഇന്ദ്രിയങ്ങൾ തളർന്നു പോകത്തില്ലേ, കണ്ണ് കാണാൻ വയ്യ, ചെവി കേൾക്കാൻ വയ്യ, നാവിന് രുചിയില്ല. ഇങ്ങനെ ഒരു ശരീരത്തിൽ ഇരുന്നുകൊണ്ട് എന്തിന് ജീവിക്കണം? ഇനി ഒരു 100 കൊല്ലം കൂടെ നിങ്ങൾക്ക് ജീവിക്കാമെന്ന് പറഞ്ഞാൽ ആ ജീവിതം നരകവാസത്തെക്കാൾ ഭയാനകമായിരിക്കും. ഭൂമിയിലുള്ള നരകമായിരിക്കും ആ ജീവിതം. അതുകൊണ്ട് നല്ല കാലത്ത് മരിച്ചു പോകുന്നതാണ് നല്ലത്. നല്ല കാലത്തെന്ന് പറഞ്ഞാൽ ശരീരത്തിൽ വലിയ രോഗമൊന്നുമില്ല, കുറേയൊക്കെ ചെയ്ത് വീടും കുടുംബവും കുട്ടികളും പേരക്കുട്ടികളും ഒക്കെ ആയി. ഇനി പാസ്പോർട്ട് നേരത്തെ കിട്ടിയിട്ടുണ്ട്, വിസ കൂടെ കിട്ടിയാൽ നേരെ പരലോകത്തിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ മരണത്തിന് തയ്യാറാവണം. വാസ്തവത്തിൽ ജീവിതം എന്ന് പറയുന്നത് മരണത്തിനുള്ള ഒരു തയ്യാറെടുപ്പാണ്. ഞാൻ എങ്ങനെ മരിക്കണം? പിടഞ്ഞു മരിക്കണോ, പുഞ്ചിരി തൂകിക്കൊണ്ട് ശരീരം ത്യജിക്കണോ എന്നുള്ളത് നേരത്തെ ചിന്തിച്ച് അതിന് വേണ്ട പ്രയത്നത്തിൽ നമ്മൾ വ്യാപരിക്കണം. അത് നേരത്തെ തുടങ്ങണം. 70-80 വയസ്സിന് ശേഷമൊന്നും തുടങ്ങിയാൽ പറ്റത്തില്ല. ബുദ്ധിയുടെ പ്രവർത്തനമൊക്കെ ഏതാണ്ട് നിലച്ചിരിക്കുമല്ലോ. അപ്പോൾ ഒന്നും മനസ്സിലാവില്ല, കേട്ടാലും ഒന്നും മനസ്സിലാവില്ല, ചിന്തിക്കാനുള്ള ശക്തിയൊക്കെ പോകും, ഓർമ്മശക്തി നശിക്കും, മസ്തിഷ്ക കോശങ്ങൾ ക്ഷയിക്കാൻ തുടങ്ങുമല്ലോ. അതുകൊണ്ട് പറ്റുമെങ്കിൽ യുവാവായിരിക്കുമ്പോൾ തന്നെ അല്ലെങ്കിൽ ബാലകനായിരിക്കവേ തന്നെ ഈ അധ്യാത്മ വിഷയം കേൾക്കുന്നതാണ് നല്ലത്. പക്ഷേ ഏത് അധ്യാത്മ സദസ്സിലും വയസ്സായ ആൾക്കാരുടെ എണ്ണമാണ് കൂടുതൽ. എത്ര കുട്ടികളുണ്ട് ഈ സദസ്സിൽ? ഞാൻ നോക്കിയാണ്, മരുന്നിന് പോലും ഒരു കുഞ്ഞിനെ കാണാനില്ല. ഈ കുഞ്ഞുങ്ങൾക്കൊന്നും മനസ്സിലാവില്ല ഇതൊക്കെ വളരെ ഗഹനമായ വിഷയങ്ങളാണ് എന്ന് നിങ്ങൾക്കെങ്ങനെ തീരുമാനിക്കാൻ പറ്റും? ആ കുഞ്ഞിൻ്റെ ഉള്ളിലുള്ള ആത്മാവിനെ കുറിച്ച് പറയുമ്പോൾ ആ കുട്ടിയുടെ ബുദ്ധിയിൽ പ്രകാശം വ്യാപിക്കും. ഇത് ബുദ്ധി കൊണ്ട് മനസ്സിലാക്കേണ്ട കാര്യമല്ല, ഇത് ഹൃദയം കൊണ്ട് ഗ്രഹിക്കേണ്ടതാണ്. അതുകൊണ്ട് കുഞ്ഞുങ്ങൾക്ക് ഈ അധ്യാത്മ വിഷയമൊന്നും മനസ്സിലാവില്ല എന്ന് നിങ്ങൾ പറയരുത്, അങ്ങനെ മുൻവിധി എഴുതരുത്. അവർ ഇവിടെ വന്ന് അടങ്ങിയിരിക്കുമെങ്കിൽ, ഇവിടെ വന്ന് ശല്യം ഉണ്ടാക്കി ബാക്കിയുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കി കഴിഞ്ഞാൽ അവർ വിളിച്ചുകൊണ്ട് വരാതിരിക്കുന്നതാണ് നല്ലത്. പക്ഷേ ചില കുഞ്ഞുങ്ങൾ അങ്ങനെയല്ല, സമാധാനമായിട്ടിരുന്ന് കേട്ടോണ്ടിരിക്കും. നമ്മൾ വിചാരിക്കും ആ കുഞ്ഞിനൊന്നും മനസ്സിലാവില്ല. തെറ്റാണ്. നമ്മൾ മനസ്സിലാക്കുന്നതിനേക്കാളും കൂടുതൽ ആ കുഞ്ഞ് മനസ്സിലാക്കുന്നുണ്ടാവും. കാരണം അത് ഹൃദയത്തിലൂടെ ഗ്രഹിക്കേണ്ട വിഷയമാണ്. ഈ ബുദ്ധിക്ക് ഒരു സ്ഥാനവുമില്ല. ബുദ്ധിയാണല്ലോ പ്രായമേറുമ്പോൾ വർദ്ധിക്കുന്നത്. വർദ്ധിക്കുകയാണോ ക്ഷയിക്കുകയാണോ എനിക്കറിയില്ല കേട്ടോ. 10 വയസ്സുള്ള കുട്ടിക്കുള്ള ബുദ്ധിയാണോ 35 വയസ്സുകാരനെന്ന് ചോദിച്ചാൽ പലപ്പോഴും ബുദ്ധി നശിക്കുകയാണ് ചെയ്യുന്നത് പ്രായമേറുമ്പോൾ. അപ്പോൾ ബുദ്ധിക്ക് വികാസമാണോ അല്ലെങ്കിൽ ക്ഷയമാണോ സംഭവിക്കുന്നത് എന്നുള്ളത് ഓരോ വ്യക്തിയുടെയും ജീവിതം പരിശോധിച്ച് വേണം മനസ്സിലാക്കാൻ. അപ്പോൾ പുത്രൻ, മിത്രം, പണം, കളത്രം എന്ന് പറഞ്ഞാൽ ഭാര്യ എന്നർത്ഥം. ഈ ബന്ധങ്ങളും അതുപോലെ മറ്റ് വസ്തുക്കളുമൊക്കെ വിട്ടുപോകുമ്പോൾ ഏത് ഗംഭീരനും ദുഃഖിച്ചേ പറ്റൂ. ഏറ്റവും വലിയ ദുഃഖമാണ് മരണദുഃഖം എന്ന് പറഞ്ഞാൽ ഒരാൾ മരിക്കുമ്പോൾ വേറൊരാൾക്കുണ്ടാകുന്ന ദുഃഖമല്ല, ആ മരിക്കുന്ന വ്യക്തിക്കുണ്ടാകുന്ന ദുഃഖം. ആ മരണവെപ്രാളം, ചക്രശ്വാസം വലിക്കുമ്പോൾ കണ്ണൊക്കെ ഇരുണ്ട് വരുന്നൊക്കെയാണ് പറഞ്ഞത്. ഇതൊക്കെ പറഞ്ഞ് നിങ്ങളെ പേടിപ്പിക്കുകയാണെന്ന് വിചാരിക്കരുത്. കണ്ണിൽ ഇരുട്ട് കയറും, ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ടുണ്ടാകും.
എന്താണ് സംഭവിക്കുന്നത് എന്ന് പോലും അറിയാൻ പറ്റില്ല. നട്ടുച്ചയായിരിക്കും, പക്ഷേ എല്ലായിടത്തും ഇരുട്ട് വ്യാപിച്ചതുപോലെയുള്ള അനുഭവം ഉണ്ടാകും. അപ്പോഴാണ് ഓരോരുത്തരെ വിളിക്കുന്നത്. പിന്നെ ഈ നമ്മുടെ കുടുംബത്തിൽ മരിച്ചുപോയ പൂർവികരൊക്കെ അടുത്ത് വന്ന് നിൽക്കുന്നത് പോലെയൊക്കെ തോന്നും. ദാ അമ്മൂമ്മ വന്ന് നിൽക്കുന്നു, അപ്പൂമ്മ വന്ന് നിൽക്കുന്നു, എന്നെ കൊണ്ടുപോകാൻ വേണ്ടി. ഇതൊക്കെ മനസ്സിൻ്റെ വിഭ്രമങ്ങളാണ്, അതിൽ ഒരു സംശയമില്ല. ഇങ്ങനെയുള്ള സങ്കല്പങ്ങളാണല്ലോ നമ്മൾ ജീവിതം മുഴുവൻ ശീലിച്ചിട്ടുള്ളത്. പിതൃക്കളുണ്ട്, അവരവിടെ ഉണ്ടാവും, മരിക്കാറാകുമ്പോൾ അവരൊക്കെ ഇങ്ങോട്ട് വരും, നമ്മളെ വിളിച്ചോണ്ട് പോകും. ഭാര്യയെ വിളിച്ചോണ്ട് പോകാൻ ഭർത്താവും, ഭർത്താവിനെ വിളിച്ചോണ്ട് പോകാൻ ഭാര്യയും വരും. ഇങ്ങനെയൊക്കെയാണല്ലോ നമ്മുടെ സങ്കല്പം. ആ സങ്കല്പങ്ങളൊക്കെ കളയൂ. മരിച്ചവർ മരിച്ചു, അവരാരും നമ്മളെ വിളിച്ചോണ്ട് പോകാൻ വരുന്നില്ല. നമ്മൾ ആത്മാവാണ് എന്നുള്ള സത്യം അനുനിമിഷം ഉറപ്പിക്കണം. ഞാൻ മരിക്കാത്ത ആത്മതത്വമാണ്. ആ ആത്മാവാണ് ഓരോ ശരീരത്തിലും ഞാനുണ്ട് എന്ന അനുഭവത്തോടു കൂടി ജീവിക്കുന്നത്. ശരീരം ഇടയ്ക്ക് കയറി വന്നതാണ്. ആത്മാവ് മാത്രമേ ആദിയിലും അന്തത്തിലും ഉള്ളൂ. ശരീരം ഇടയ്ക്ക് കയറി വന്ന ഒരു വിരുന്നുകാരനോ അതിഥിയോ പോലെയാണ്. ശരീരം വരും പോകും. ഞാനാകുന്ന ആത്മതത്വത്തിന് ഒരു പോറലും സംഭവിക്കുന്നില്ല എന്ന് നല്ല പോലെ ജീവിച്ചിരിക്കുമ്പോൾ ഉറപ്പിക്കണം. വേർപെടും നേരവും ദുഃഖമില്ലേതുമേ. തത്വദർശികൾ ഇതിനെയൊക്കെ ഉപേക്ഷിച്ച് അവർ യാത്രയാകുമ്പോൾ അവർക്ക് ദുഃഖമൊന്നുമില്ല. ലൗകികന്മാരാണ് ദുഃഖിക്കുന്നത്. ബ്രഹ്മാണ്ട കോടികൾ നഷ്ടങ്ങളായതും ബ്രഹ്മണാ സൃഷ്ടങ്ങളായതും പാർക്കിലോ സംഖ്യയില്ലാതോളമുണ്ടിതെന്നാൽ ക്ഷണഭംഗുരമായുള്ള ജീവിതകാലത്തിൽ എന്തൊരാസ്ഥ മഹാജ്ഞാനിനാമുള്ളതും. ലോകത്തിൽ ഇതുവരെ, ലോകത്തിലല്ല ഈ പ്രപഞ്ചത്തിൽ എത്ര പ്രാവശ്യം ബ്രഹ്മദേവൻ പ്രപഞ്ച സൃഷ്ടി നടത്തിയിട്ടുണ്ട്. ബ്രഹ്മാക്കൾ എത്രയുണ്ടെന്ന് പോലും അറിയാൻ പറ്റില്ല. സൃഷ്ടികർത്താക്കളുടെ എണ്ണം പോലും നമുക്ക് നിശ്ചയിക്കാൻ പറ്റില്ല. പിന്നെയാണോ സൃഷ്ടിയിലുള്ള ലോകങ്ങളുടെ എണ്ണം നമ്മൾ തീരുമാനിക്കുക? അനേക കോടി ബ്രഹ്മാണ്ടങ്ങൾ എന്നാണ് പറയുന്നത്. എത്രയോ ഉണ്ടായി നശിച്ചു കഴിഞ്ഞു. ബ്രഹ്മാണ്ട കോടികൾ നഷ്ടങ്ങളായതും ബ്രഹ്മണാ സൃഷ്ടങ്ങളായതും പാർക്കിലോ. വീണ്ടും അടുത്ത ബ്രഹ്മാവ് വരുന്നു, ഒരു ബ്രഹ്മാണ്ടത്തെ സൃഷ്ടിക്കുന്നു. ആ ബ്രഹ്മാവിൻ്റെ ടെന്യൂർ അല്ലെങ്കിൽ കാലാവധി തീരുമ്പോൾ അദ്ദേഹവും യാത്രയാണ്, പുതിയ ബ്രഹ്മാവ് വരും. ഇങ്ങനെ എത്ര ബ്രഹ്മാക്കൾ വന്നുവെന്നോ, എത്ര ബ്രഹ്മാണ്ടങ്ങൾ ഇതുവരെ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ടെന്നോ, എത്ര എണ്ണം നശിച്ചു കഴിഞ്ഞുവെന്നോ ഇതൊന്നും ആർക്കും തീരുമാനിക്കാൻ പറ്റില്ല. സംഖ്യയില്ലാതോളം ഉണ്ടിതെന്നാൽ അസംഖ്യം പ്രപഞ്ചങ്ങൾ ഉണ്ടായി നശിച്ചു കഴിഞ്ഞു. അങ്ങനെയുള്ള ഈ പ്രപഞ്ചത്തിൽ ക്ഷണഭംഗുരമായുള്ള ജീവിതകാലത്തിൽ ഒരു 100 കൊല്ലം ഒരാൾ ജീവിക്കുന്നു എന്ന് തന്നെ കരുതാം. ഈ 100 വയസ്സായ ഒരാളോട് ചോദിച്ചു നോക്കൂ, അങ്ങേക്ക് എത്ര വയസ്സായി? 100 വയസ്സായി. ഈ 100 വർഷം എന്ന് പറയുന്നത് സുദീർഘമായ ഒരു കാലമായി അങ്ങ് കരുതുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഒക്കെ ഇന്നലെ കഴിഞ്ഞതുപോലെ എന്നാണ്. ഇന്നലെ ഞാൻ ഈ സ്കൂളിലാണ് പഠിച്ചത്, അത് കഴിഞ്ഞിട്ട് കോളേജിൽ പോയി, അത് കഴിഞ്ഞിട്ട് ഡിഗ്രിയോ ബിരുദമോ ബിരുദാനന്തര ബിരുദമോ PhD ഒക്കെ എടുത്തു, അത് കഴിഞ്ഞിട്ടൊരു വിവാഹം കഴിച്ചു, കുട്ടികളുണ്ടായി, കുട്ടികൾക്ക് കുട്ടികളുണ്ടായി, പേരക്കുട്ടികളുണ്ടായി, ഒക്കെ ഇന്നലെ കഴിഞ്ഞതുപോലെ. ഈ 100 കൊല്ലം എവിടെയുണ്ട്? അതാണ് ക്ഷണഭംഗുരം എന്ന് പറയുന്നത്. 50 കൊല്ലം ഞാൻ ജീവിച്ചു, അല്ലെങ്കിൽ എനിക്ക് 52 വയസ്സായി 55 വയസ്സായി എന്ന് ഒരാൾ പറയുമ്പോൾ ഈ 55 വർഷം എന്നുള്ളത് അയാളുടെ സ്മരണയിൽ മാത്രമാണ്. അതൊക്കെ പൊടുന്നനവേ കഴിഞ്ഞുപോയി. അതുകൊണ്ടാണ് ക്ഷണഭംഗുരം എന്ന് പറയുന്നത്. വെറും ഒരു ഭ്രമം. വർഷങ്ങളും മാസങ്ങളും ലോകത്തിലുള്ള സംഭവങ്ങളുമൊക്കെ ഒരു സ്വപ്നത്തിൽ സംഭവിക്കുന്നത് പോലെയേ ഉള്ളൂ. ഭംഗുരമായുള്ള ജീവിതകാലത്തിൽ എന്തൊരാസ്ഥ മഹാജ്ഞാനിനാമുള്ളതും. പക്ഷേ മഹാജ്ഞാനികൾക്ക് പോലും ഈ ജീവിതത്തിൽ അത്യധികം സംഘമുണ്ട്. അവരും വീണ്ടും ജീവിക്കണം എന്നാണ് ആഗ്രഹിക്കുന്നത്. മരിക്കാൻ സ്വമേധയാ തയ്യാറാകുന്ന ആരെങ്കിലും ഉണ്ടോ?
ചിലർ പറയും, എന്നെ കൊന്നേക്കണേ ഡോക്ടറെ, എനിക്ക് ഈ വേദന സഹിക്കാൻ വയ്യ, എന്നെ വല്ല വിഷമോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇഞ്ചക്ഷനോ തന്ന് എന്നെ ഒന്ന് കൊന്നു തന്നാൽ മതി. അത് വേദന കൊണ്ട് പറയുന്നു. വേദന മാറിക്കഴിഞ്ഞാൽ ഞാൻ ഇപ്പോഴൊന്നും പോവില്ല, ഇനി ഒരു 25 കൊല്ലം ഈ നാടിനെയും വീടിനെയും ഒക്കെ മുടിപ്പിച്ചിട്ടേ ഞാൻ പോകൂ എന്ന് പറഞ്ഞ് ഇവിടെ കഴിഞ്ഞുകൂടും. അതാണ് ആളുകളുടെ സ്വഭാവം. ഒരു ജീവിയും സ്വയം മരണത്തെ വരിക്കാറില്ല. ഇല്ല, ആത്മഹത്യ സംഭവിക്കുന്നുണ്ടല്ലോ ലോകത്തിൽ, പലരും ആത്മഹത്യ ചെയ്യുന്നുണ്ടല്ലോ. ആത്മഹത്യ ചെയ്യുന്നത് എന്തുകൊണ്ടെന്നറിയാമോ? ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല എന്നുള്ള ഒരു ഘട്ടത്തിൽ, ജീവിതം വഴിമുട്ടിയ ഒരു ഘട്ടത്തിൽ, ജീവിതത്തെക്കാളും മരണമാണ് ശ്രേഷ്ഠം എന്ന് അയാൾ തീരുമാനിക്കുന്നു. അതുകൊണ്ട് ആ സമയത്തുള്ള ഒരു മാനസികാവസ്ഥയിൽ ആളുകൾ ആത്മഹത്യ ചെയ്യും. അല്ലാതെ ഒരു നിവൃത്തിയുണ്ടെങ്കിൽ ആരും ആത്മഹത്യ ചെയ്യില്ല. കടക്കെണിയിൽപ്പെട്ട് എത്രയോ കുടുംബത്തോടുകൂടെ കടം വാങ്ങിച്ചയാൾ, അയാളുടെ ഭാര്യയും കുട്ടികളും എല്ലാം കൂടെ കർഷകരുടെ കുടുംബങ്ങൾ ആത്മഹത്യ ചെയ്യുന്നു. അപ്പം അത് ജീവിതം വഴിമുട്ടിപ്പോയത് കൊണ്ടാണ്. അല്ലാതെ ആരും മരണത്തെ സ്വമേധയാ അംഗീകരിക്കുകയില്ല. നമുക്ക് ആ ഉപദേശം പൂർണ്ണമാക്കാനുള്ള സമയമില്ല. ഇപ്പം തന്നെ 7 മിനിറ്റ് വൈകി കഴിഞ്ഞു. അതുകൊണ്ടത് വേറൊരു സന്ദർഭത്തിൽ നോക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ വായിച്ച് മനസ്സിലാക്കാവുന്നതാണ്. തുഞ്ചത്ത് ആചാര്യൻ്റെ അധ്യാത്മരാമായണം പച്ച മലയാളമാണ്. ഇടയ്ക്ക് കുറച്ച് സംസ്കൃത പദങ്ങൾ വരും. അതിന് ഫുട് നോട്ടായിട്ട് അതിൻ്റെ അർത്ഥം ആ പുസ്തകത്തിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനൊന്നും ഒരു വ്യാഖ്യാനത്തിൻ്റെ ആവശ്യമില്ല. പക്ഷെ അത് വായിക്കാനുള്ള ഒരു മനസ്സ് വേണം. രാമായണ മാസത്തിൽ മാത്രം വായിച്ച് ഉപേക്ഷിക്കേണ്ടതല്ല ഈ രാമായണം എന്ന് പറയുന്നത്. വർഷം മുഴുവനും റൗണ്ട് ദ ക്ലോക്ക്, ആശുപത്രി പോലെയാണ്. 24/7, ആഴ്ചയിൽ 7 നാളും 24 മണിക്കൂറും. 24 മണിക്കൂർ നമുക്ക് പുസ്തകം വായിച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല. ദിവസേന രാമായണ പാരായണം തുടരണം. ഇത് നമ്മുടെ ജീവിതത്തിൻ്റെ തന്നെ ഒരു ഭാഗമാകണം. അങ്ങനെയേ ഇത് നമ്മുടെ മനസ്സിൻ്റെ അടിത്തട്ടിൽ പ്രവേശിക്കുകയുള്ളൂ. അപ്പോൾ അതിനുള്ള ഒരു അനുഗ്രഹം, ഒരു കൃപ ഈശ്വരൻ അനുഗ്രഹ രൂപത്തിൽ നമ്മിൽ ചൊരിഞ്ഞ് നമ്മളെയൊക്കെ കൃതാർത്ഥരാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.